പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കൂടെ ഉണ്ട്. അവൻ്റെ ആ പവർ നമ്മിൽ കൂടെ ഓരോ ദിവസവും ഒഴുകിയില്ലെങ്കിൽ കുഞ്ഞെ, നീ നിൽക്കുന്നത് സ്വയത്തിലായിരിക്കും. എന്തെങ്കിലും നടക്കുമോ? എവ്രി ഡേ വേദോത്സവം വായിക്കാൻ നടന്നാൽ എന്ത് പറ്റുമെന്നറിയാമോ? നീ നിൻ്റെ സ്വന്തം ശക്തിയിലായിരിക്കും ജീവിക്കാൻ ശ്രമിക്കുന്നത്. അത് നിനക്ക് എപ്പോഴും ബുദ്ധിമുട്ടായിട്ട് തീരത്തേ ഉള്ളൂ കേട്ടോ. ദൈവം തൻ്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. എന്തിനാ? അവൻ്റെ ഹിതം നമുക്ക് തിരിച്ചറിയാൻ. 24/7 അവൻ്റെ അടുക്ക ചെല്ലാനും അവൻ്റെ സാന്നിധ്യത്തിൽ സമയം ചെലവഴിപ്പാനും തക്കവണ്ണം അവൻ നമുക്ക് ഓപ്പൺ ഇൻവിറ്റേഷനാണ് തന്നിരിക്കുന്നത്. നമ്മുടെ വറീസൊക്കെ അവനോട് പറയാം. അവൻ്റെ ശക്തിയുള്ള കരങ്ങളിലേക്ക് അതിനെയൊക്കെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ്റെ ജ്ഞാനം അവൻ നമുക്ക് തരും. നമ്മുടെ പ്രശ്നത്തിന്മേലുള്ള അവൻ്റെ കാഴ്ചപ്പാട് അവൻ നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ പ്രാണനെ ഒന്നുകൂടെ റിന്യൂ ചെയ്യുവാൻ, റീബ്യൂട്ട് ചെയ്യുവാൻ, റീഫ്യൂവൽ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കും. കർത്താവ് എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? നമുക്കെല്ലാം വളരെ സുപരിചിതമായ വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28, 29, 30 വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്നാൽ എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. എന്ത് നല്ലൊരു പ്രോമിസാ അല്ലേ കുഞ്ഞെ? ഞാൻ പറയട്ടെ, നമ്മെ നമ്മുടെ ദൈവം അറിയുന്നു. ദൈവം പറയുന്നത് എന്തുവാ? എനിക്ക് നിന്നെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് നമുക്കവൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. നിനക്ക് പറയാൻ പറ്റുന്നില്ല, ഈ സ്ക്രിപ്ചർ, ഈ വേദഭാഗം വായിച്ചപ്പോൾ തന്നെ നിൻ്റെ ഹൃദയത്തിൽ നിനക്കൊരാശ്വാസം കിട്ടുന്നുണ്ടെന്ന്. ദൈവം റെഡിയാണെന്നേ. ഈ ലോകത്തിലുള്ള എല്ലാവരിലും കൂടുതൽ നല്ലതായിട്ട് നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ സമയം ചെലവഴിപ്പാനും ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ യേശു. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ്റെ അടുക്കൽ വന്നാൽ ഒരിക്കലും നാം ക്ഷീണിച്ചു പോകത്തില്ല, നാം ഡൗണായി പോകത്തില്ല. അവൻ നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. സ്തോത്രം. ഓരോ ദിവസവും ചാർജപ്പ് ആകുവാൻ തക്കവണ്ണം നമ്മളൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഡെവലപ്പ് എ ഹാബിറ്റ് ഓഫ് ഡെയിലി ഡിവോഷൻസ്. രാവിലെ സമയം അല്പസമയം ദൈവത്തോടുകൂടെ ചെലവഴിപ്പാൻ തക്കവണ്ണം, ദൈവവചനം വായിപ്പാൻ തക്കവണ്ണം, അത് മെഡിറ്റേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം, അതിൽ നിന്ന് ധ്യാനിച്ചെടുത്തത് ജീവിതത്തിൽ പ്രാക്ടീസിൽ കൊണ്ടുവരുവാൻ, ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ എല്ലാം ഒന്ന് ഒരുങ്ങാമോ? ഞാൻ പറയട്ടെ, നിങ്ങൾ ചാർജപ്പാകുക തന്നെ ചെയ്യും. എല്ലാവരും തന്നെ ഏറ്റവും ഇഷ്ടം അവരുടെ ക്വയറ്റ് ടൈം അത് രാവിലെ ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്യുന്ന. കാരണം ഞാൻ പറഞ്ഞാൽ എനിക്കൊരു ഗുഡ് സ്റ്റാർട്ട് തരുന്നത് അതാണ്. ഓരോ ദിവസത്തിലും ഒരു ഗുഡ് സ്റ്റാർട്ട്. അപ്പോൾ അവന് അപ്പോഴും ക്വയറ്റായിരിക്കും അല്ലേ? എല്ലാവരും എണ്ണീറ്റ് വരുന്നേ ഉള്ളായിരിക്കും. നമ്മുടെ ശ്രദ്ധ വേറെ ഒന്നിലേക്കും പോകത്തില്ല. നിനക്കിഷ്ടമല്ലേ കുഞ്ഞെ ബൈബിൾ വായിച്ചും പ്രാർത്ഥിച്ചു ദൈവസാന്നിധ്യത്തിലിരുന്ന് ഒന്ന് ഫില്ലപ്ഡാകാൻ? ഫില്ലപ്പ് ചെയ്ത് ദൈവപൈതലേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ദിവസം അവൻ്റെ മുമ്പിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ നമ്മെ ഗൈഡ് ചെയ്യും. ഓൾസോ ഹീ വിൽ ഹെൽപ്പ് us എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ. നീ കൂടുതൽ ഒരു നൈറ്റ് പേഴ്സണാണ്, മോർണിംഗ് പേഴ്സൺ അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. വൈകിട്ടാണെങ്കിൽ നീ നിൻ്റെ ഡിവോഷണൽ ടൈം കണ്ടെത്തണം. ഏതാ വാട്ട് വർക്ക്സ് ബെറ്റർ ഫോർ യു, അത് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. പക്ഷേ ഞാനൊരു അഡ്വൈസ് തരുന്നത്, ദൈവവുമായിട്ട് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് നിൻ്റെ ഡിവോഷണൽ ടൈമിന് വേണ്ടി ഒരു സമയം നിശ്ചയിച്ച് വേറെ ഒന്നും നിന്നെ ആ സമയത്ത്
ഡിസ്റ്റർബ് ചെയ്യാതെ ഇൻട്രപ്റ്റ് ചെയ്യാതെ ആ സമയം യൂട്ടിലൈസ് ചെയ്യുവാൻ തക്കോണം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ ട്രൈ ചെയ്യണം അതിനായിട്ട്. എന്നേലും സെറ്റിൽ ചെയ്തിട്ടുണ്ടോ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട്? ആ സമയത്ത് ഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണോ? കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അതോ നീ ഗ്രോസറി സ്റ്റോറിൽ പോകുന്നുള്ള ചിന്തയും കൊണ്ടിരിക്കുകയാണോ? ഇതൊക്കെ എൻ്റെയും ജീവിതത്തിൽ ഞാൻ അത് കൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ളതാണ്. നമ്മെ തന്നെ നാം ഡിസിപ്ലിൻ ചെയ്യണം. എന്തിനാണെന്നറിയാമോ? ഡെയിലി ദൈവമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ. അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് അത് മാറണം. ഒരു അപ്പോയിൻമെൻറ്റ് നമ്മളൊരു ഫിസിഷ്യനുമായിട്ട് എടുത്താൽ, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യനുമായിട്ട് എടുത്താൽ, ആ കറക്റ്റ് സമയത്ത് നമ്മളവിടെ ചെന്നിരിക്കും അല്ലേ? അല്പനേരം നിൽക്കേണ്ടി വന്നാലും നിൻ്റെ കാര്യം സാധിച്ചേ നീ മടങ്ങിപ്പോരത്തുള്ളൂ. ആ അപ്പോയിൻമെൻറ്റ് നമ്മൾ ദൈവത്തോട് ചെയ്തെടുത്താൽ അത് ചെയ്തതിന് ശേഷമേ അവിടുന്ന് പിന്മാറാവുള്ളൂ. ഡെയിലി അപ്പോയിൻമെൻറ്റ് ദൈവവുമായിട്ടുള്ളത് കീപ്പപ്പ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ സമയം ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സകലത്തിനും ഒരു ചേഞ്ച് വരും. നമ്മുടെ ഡെയിലി ഡിവോഷന് നാം ഒരു പ്രയോറിറ്റി കൊടുക്കണം. ആത്മാവിൽ മിണ്ടാതിരിപ്പാൻ തക്കവണ്ണമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ കാണണം. അവനുള്ള സകലതും കുഞ്ഞെ നിനക്കുമുള്ളതാണ്, നിനക്കുള്ളതെല്ലാം അവനും ഉള്ളതാണ്. സങ്കീർത്തനം 92 ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ആ 92 സങ്കീർത്തനം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നു, അത്യുന്നതനായുള്ളവേ നിൻ്റെ നാമത്തെ കീർത്തിക്കുന്നു. 10 കമ്പിയുള്ള വാദ്യത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിൻ്റെ ദയയും രാത്രി തോറും നിൻ്റെ വിശ്വസ്തയും വർണ്ണിക്കുന്നതും നല്ലത്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ആ സാന്നിധ്യം, അവനുമായിട്ടുള്ള പേഴ്സണൽ ടൈം, അത് വണ്ടർഫുൾ ടൈമായിട്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ തീരട്ടെ. അങ്ങനെ തീരണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ നേരത്തെ എഴുന്നേൽക്കണം. നിൻ്റെ ഡേ ഷെഡ്യൂൾ നീ ഒന്ന് അറേഞ്ച് ചെയ്യണം. നിൻ്റെ റിക്രിയേഷൻ ടൈം, നിൻ്റെ TV ടൈമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പകുതി അങ്ങ് വിട്ടുകള. ഈ സമയത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു പോയാൽ ചിലപ്പോൾ വേറെ പലതിൽ ഞാൻ ഓവർ എംഫസിസ് കൊടുക്കേണ്ടി വരും. ദൈവമക്കളെ, ഈ സമയം വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് മനസ്സിൽ നിന്ന് കുറിച്ചിടുക. എവറിത്തിങ് ഹിഞ്ചസ് ഓൺ ഇറ്റ്. ഇറ്റ്സ് നോട്ട് എ ഡ്യൂട്ടി, ഇറ്റ്സ് എ ജോയ്. നമ്മുടെ ഡിവോഷൻ ടൈമിൽ നമുക്കെന്തെല്ലാം ചെയ്യാൻ കഴിയും? ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും, നന്ദി കൊടുക്കാൻ കഴിയും, വചനം വായിപ്പാൻ കഴിയും, പ്രാർത്ഥിപ്പാൻ കഴിയും, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ കഴിയും. ആ ഡേയുടെ ഷെഡ്യൂള് ഉണ്ടാക്കാൻ കഴിയും. നമ്മളുടെ വലിയ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഷെഡ്യൂളൊന്നും അല്ല. നിനക്കേതാണ് സ്യൂട്ടബിള്, വാട്ട് വർക്ക്സ് ഫോർ യു എന്നുള്ളത് നീ തന്നെ കണ്ടുപിടിക്കുക. അങ്ങനെ സമയം ദൈവവുമായിട്ട് സ്പെൻഡ് ചെയ്യുവാൻ്റെ ഗുണം നാം മാറ്റിവെക്കണം. തീർച്ചയായിട്ടും ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്കേറെ നന്നെന്ന് പറയാൻ നമുക്ക് കഴിയണം. കർത്താവേ, സ്തോത്രം, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നീയുമായി സമയം സ്പെൻഡ് ചെയ്യുവാൻ്റെ ഗുണം, നീയുമായി ക്ലോസറായി തീരുവാൻ്റെ ഗുണം, ചാർജ്ഡ് അപ്പായിട്ടുള്ള ഒരു ജീവിതം നയിപ്പാൻ്റെ ഗുണം എല്ലാം നീ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ നാമം ഞങ്ങളിൽ കൂടെ മഹിമപ്പെടുവാൻ്റെ ഗുണം, നിൻ്റെ അതിശയപ്രവൃത്തികളെയും വീര്യപ്രവൃത്തികളെയും ഞങ്ങൾക്ക് കാണുവാൻ്റെ ഗുണം എല്ലാം കർത്താവിടെ പെരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ സാക്ഷികളായി നിൽപ്പാൻ
നീ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമം ഞങ്ങൾക്കൊരു ഗോപുരമാണ്. നീതിമാൻ അവയിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. യേശുച്ചാൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നതിനെ ഞങ്ങളെ സഹായിക്കണം. നീ ഞങ്ങളെ ചാർജ് ചെയ്ത് ഓരോ ദിവസവും തീർക്കുമാറാണ് പ്രാർത്ഥന കേട്ടതിനാൽ സ്വന്തം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.